ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ അബുദാബി ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബുദാബിയിൽ ന്യൂലി ഓപ്പൺഡ് ആയിട്ടുള്ള നമ്മുടെ ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ആദ്യം ഓൺലൈനിൽ നമുക്കൊന്നും ബുക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ദിവസമാണ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്, ഏത് ടൈമിലാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ടൈം സ്ലോട്ട് ഉണ്ടാവുമല്ലോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണ് നമ്മുടെ ദർശന സമയം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ടൈമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ എത്ര മെമ്പേഴ്സാണ് ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബുക്കിംഗ് ഡീറ്റെയിൽസ് നമ്മൾ അമ്പലത്തിൽ കയറുന്ന സമയത്ത് കാണിച്ചിട്ട് വേണം അതിൻ്റെ അകത്തേക്ക് കയറാൻ. ഞങ്ങളങ്ങനെ അതൊക്കെ കാണിച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അജ്മാനിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ രാവിലെ ഒരു 8:15 ആകുമ്പോൾ ഇറങ്ങിയതാണ്. കറക്റ്റ് 10 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ നമ്മൾ രാവിലെ സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ചൂട് ടൈം ആയതുകൊണ്ട് ടെമ്പറേച്ചർ അത്രയും പ്രശ്നമായിരുന്നു. കുട്ടികളെയൊക്കെ കൂട്ടിപ്പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇപ്പോൾ വിൻ്ററിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഏത് ടൈമിലും പോകാം. പക്ഷേ അതുപോലെ എല്ലാ സമ്മറിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഇനി ഈ ഒരു ടൈമിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഈ ഒരു സമ്മറിൽ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ പോകാണ്ട് വൈകുന്നേരം പോകാൻ നോക്കിക്കോ. കാരണം അധികം ആരും ഇല്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു ഓക്കെയാണ്. പക്ഷേ ആ ഒരു ടെമ്പറേച്ചർ നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. എന്നാലും നമ്മൾ കുറേ ആയിട്ട് ആഗ്രഹിച്ചിട്ട് ഇവിടെ വരാൻ കൂടിയതല്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ അമ്പലത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ അമ്പലത്തിൻ്റെ വലതുവശത്തായിട്ടാണ്, ഈ കാണുന്നിടത്താണ് നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചിടേണ്ടത് കേട്ടോ. ചെരുപ്പ് വെക്കാനൊക്കെ പ്രത്യേകം അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓരോ ഷെൽഫായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്ക് അമ്പലത്തിൽ ദർശനത്തിന് പോകാം. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ അമ്പലത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ കാണിക്കുന്നില്ല. കാരണം നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ, ഫോട്ടോ അതൊക്കെ അലൗഡ് അല്ല. അതെടുക്കുന്നതും ശരിയല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങളും മറ്റുമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുമ്പം നോക്കേണ്ട കുറച്ച് റൂൾസൊക്കെ ഉണ്ട് ഇവിടെ. അതായത് പെറ്റ്സിനെ ഒന്നും ഇവിടെ അലൗ ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഡ്രസ്സിങ് എന്താ പറയുക, മോഡേൺ വേഴ്സ് ഒന്നും അങ്ങനെ ഇവിടെ അലൗ ചെയ്യില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ തിങ്കളാഴ്ച ഈ ടെമ്പിൾ ക്ലോസ്ഡ് ആയിരിക്കും. ബാക്കി എല്ലാ ദിവസവും ടെമ്പിൾ ഓപ്പൺഡ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് കയറിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് ടൈം അതിൽ സ്പെൻഡ് ചെയ്തതിൻ്റെ ശേഷമാണ് പിന്നീട് നമ്മൾ താഴെ ഇറങ്ങിയത്. ഈ ഒരു പ്രസാദം നമുക്ക് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് കിട്ടുന്നത് കേട്ടോ. വലതുവശത്തായിട്ട് ഇതുപോലെ കുങ്കുമമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ എടുത്ത് തൊടും. അമ്പലത്തിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരു പ്രസാദമൊന്നും അവരങ്ങനെ തന്നിട്ടുണ്ടായിട്ടില്ല. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോയത്. ഈ അമ്പലത്തിൻ്റെ തന്നെ ഇടതുവശത്തായിട്ടാണ് ഗിഫ്റ്റ് ഷോപ്പ് വരുന്നത്. ഒരുപാട് ടൈപ്പ് ഓഫ് ഗിഫ്റ്റൊക്കെ ഉണ്ട്. നമ്മളൊന്നും മേടിച്ചിട്ടൊന്നുമില്ല, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അവിടുന്ന് ഫ്രെയിം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്